അച്ഛൻ എയർ ഹോളിൽ കൂടെ വന്ന് നമ്മൾ കിടക്കുന്നതൊക്കെ നോക്കും. അതുപോലെ തന്നെ അച്ഛൻ പിടിക്കുന്നത് വേറൊരാൾ പിടിക്കുന്നത് അതുപോലെയല്ല, പക്ഷെ അച്ഛൻ പിടിക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യമില്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി ഒരു പേടിയാണ്. അവർ ഈ വർഷത്തെ SLC പരീക്ഷ പോലും എൻ്റെ മക്കൾ എഴുതിയിട്ടില്ല. ഇളയ മോളെ വായിക്കാത്തുകൊണ്ടൊന്ന് മദ്യം ഒഴിച്ചു കൊടുത്ത് ശരീരം നന്നാവുന്ന മരുന്നാണ് മോളെ എന്നും പറഞ്ഞു. ഒരു വാഴിക്കൊണ്ടൊന്ന് ഒഴിച്ച് തന്നായിരുന്നു അച്ഛൻ. ഇത് മരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ചെറിയൊരു മധുരമൊക്കെ. തല്ലി കൊള്ളണം ആ പട്ടിയെ. ഇത്ര മൃഗമാണോ? മൃഗങ്ങൾ ഇതിലും ഭേദാലോ. ആ കുഞ്ഞുങ്ങൾ എന്തോരം പേടിച്ചിട്ടായിരിക്കും ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവുക. ഒരു സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിത സ്വന്തം വീടാണ്. അത്രയുള്ളൂ. സ്ത്രീകൾക്കെന്നല്ല, മിക്കവർക്കും നമ്മുടെ ഒരു വീട് തന്നെയാണ്. ഒരു ചെറ്റ കൂടിയാണ് നമ്മുടെ വീടോടും സുരക്ഷിതത്വമല്ല, നമുക്കൊരു പരിചയമുള്ള സ്ഥലമല്ല. പക്ഷെ ആ വീട്ടിൽ പോലും അന്തി ഉറങ്ങാൻ ആ കുട്ടികൾക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചാനലിലൂടെ ആരാന്ന് എനിക്കറിയില്ല, ഈ പെൺകുട്ടികൾ ഇത് പുറത്തെത്തിച്ചു എന്നുള്ളൂ. ഇതിൽ എത്രയോ അറിയാത്ത സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ആരും അറിയത്തില്ല. ശക്തമായ സ്കൂളുകളിലൊന്നും ഇപ്പോൾ ചൈൽഡ് ലൈൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും ഇപ്പോൾ കാണാനും കൂടെ ഇല്ല. തീർച്ചയായിട്ടും ഇത്ര സംഘടനകൾ ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ പിതാവില്ലേ, അവരുടെ അച്ഛൻ, അവനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ കണ്ടിച്ച് കളയണം. ഇത്ര ഞാൻ തെറി പറയാറില്ല, എന്നിരുന്നാലും ഇത്ര ഉള്ളവനെയൊക്കെ അങ്ങനെ ചെയ്യണ്ടേ. പാവം പെൺകുട്ടികൾ മദ്യം കുഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളമാണത്.